നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. മെയ് 14 7 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് രാജയോഗം കടന്നു വരാൻ പോവുകയാണ്. രാജയോഗം കടന്നു വരുന്നത് വ്യാഴമാറ്റം നിമിത്തമാണ്. അപ്പോൾ ഈ വരുന്ന മെയ് 14 വ്യാഴമാറ്റം സംഭവിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായി രാജയോഗം ലഭിക്കാൻ പോകുന്നു 7 നക്ഷത്രക്കാർക്ക്. ദൈവാധീനം വർദ്ധിക്കും. ധനപരമായി ധാരാളം നേട്ടങ്ങൾ വന്നു ചേരും. പരാജയം മാറി വിജയം വന്നു ചേരും. അവസരങ്ങൾ വന്നു ചേരും. അപ്പോൾ രാജയോഗ ഗുണാനുഭവങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് മെയ് 14 മുതൽ. ധാരാളം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് ഈ വരുന്ന മെയ് 14 മുതൽ. ഭാഗ്യാനുഭവങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ധനപരമായി ധാരാളം നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് കുതിക്കാൻ സാധിക്കും. ജീവിതത്തിൽ വിജയം വന്ന് ഭവിക്കും. കൂടാതെ ഒരുപാട് നാളായി വിദേശത്തേക്കൊക്കെ പോകണം, അവിടെ പോയി ധനം സമ്പാദിക്കണം എന്ന ആഗ്രഹവുമായി നടക്കുന്നു. പക്ഷേ ഒന്നിനുമേൽ ഒന്നായി തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്ന ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. കൂടാതെ പ്രണയ സാഫല്യം വിവാഹത്തിലേക്ക് എത്തും. അത് വിവാഹ യോഗം, ഉത്തമയായ ഇണയെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ്. കൂടാതെ സന്താന യോഗം, ഒരുപാട് കുട്ടികൾ ഒരുപാട് നാളുകൾക്ക് പ്രാർത്ഥനയും വഴിപാടുമായി നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഉത്തമ സന്താന യോഗം തെളിയുന്നതാണ്. പലവിധ ഗുണാനുഭവങ്ങളും തുടങ്ങുകയാണ് വ്യാഴമാറ്റം നിമിത്തം ഈ വരുന്ന മെയ് മാസം 14 മുതൽ. അപ്പോൾ വ്യാഴം എന്ന ഗ്രഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുതരുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ ഈ വ്യാഴം നൽകുന്ന രാജയോഗം 7 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിഗംഭീരമായ ഒരു സമയത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വീട്ടിൽ ഈ പറയാൻ പോകുന്ന 7 നക്ഷത്രക്കാരിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട് അത്രത്തോളം ധന്യമാകാൻ പോകുന്നു. ആ വീട് അത്രത്തോളം ഉന്നതിയിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. കാരണം എന്തെന്നാൽ ഇവിടെ വ്യാഴത്തിൻ്റെ മാറ്റമാണ്. ധനാഗമനം നൽകുന്ന വ്യാഴം രാജയോഗ ഗുണാനുഭവങ്ങൾ ഈ 7 നക്ഷത്രക്കാരിലേക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ ഫലമായി ജീവിതത്തിലെ തടസ്സങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി മാറാൻ പോവുകയാണ്. തടസ്സങ്ങൾ മാറി ജീവിത വിജയമുണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾ കൊതിച്ചതും ഒക്കെ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു. ഒരുപാട് നാളായി മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുമായി പേറി നടക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു. ഈ മെയ് 14 രാജയോഗം ഫലമായി ലഭിക്കുകയാണ്. അപ്പോൾ 7 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വ്യാഴമാറ്റം വരുന്നു. ഇതിൻ്റെ ഫലമായി നേട്ടങ്ങൾ എങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത്? ആ നേട്ടങ്ങൾ പൂർണ്ണഭാവത്തിൽ നിങ്ങളിൽ എത്തുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടുന്ന വഴിപാടുകൾ കൂടി ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ആ ഭാഗ്യത്തെ പൂർണ്ണ തോതിൽ നിങ്ങളിലേക്ക് കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അവർ ചെയ്യേണ്ടതായ ചെറിയ വഴിപാടുകൾ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. വ്യാഴമാറ്റത്തിൻ്റെ ഫലമായി സർവ്വവിധ ദുഃഖങ്ങളും നീങ്ങി, കൈ നിറയെ പണം വന്ന് സകല ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി ധനാഗമന യോഗം തെളിയുന്നു. ആ നക്ഷത്രക്കാർ 7 പേരാണ്. ആ 7 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് പൂരാടം നക്ഷത്രമാണ്. സൗഭാഗ്യ സമയം ആരംഭമാകാൻ പോകുന്ന പൂരാടം നക്ഷത്രത്തിന് ദുരിതങ്ങൾ ഒഴിയുകയാണ്. ശാരീരിക വ്യതകൾ ഒരുപാടുണ്ട്, അതിന് മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ്. ഇവിടെ 6ാം ഭാവത്തിൽ നിന്നും 7ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം. അത് അപ്രതീക്ഷിത ധനാഗമന യോഗം നൽകുന്നുണ്ട്. വിവാഹയോഗം തെളിയുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഒരുപാട് നാളായി അകന്നു കഴിഞ്ഞ ചില ബന്ധുക്കൾ അടുത്ത് വരാനും ആ ഒരു ബന്ധു സമാഗമം ഉണ്ടാകാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നുണ്ട്. കൂടാതെ ഐശ്വര്യം വന്ന് ചേരുന്നതാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ദൈവാധീനം വരുന്നതിൻ്റെ ഫലമായി ഐശ്വര്യം താനേ വന്നുകൊള്ളും. ഐശ്വര്യം അല്പം ക്ഷയം സംഭവിച്ചുകൊണ്ട്, അതായത് ഭാഗ്യത്തിന് അല്പം ക്ഷയം സംഭവിച്ചിരുന്നു, അത് മാറി ഇവിടെ ഭാഗ്യം തെളിഞ്ഞു, വ്യാഴം തെളിയാൻ പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സമൃദ്ധി വരികയാണ്. കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷം വീണ്ടും വന്നു നിറയാൻ പോവുകയാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഗണപതി ഹോമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ അടുത്ത് ശാസ്താക്ഷേത്രമുണ്ടെങ്കിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തുക, ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക. എല്ലാവിധ സങ്കടങ്ങളും മാറുന്നതിന് ഇത് സഹായിക്കുന്നതാണ്. അടുത്ത നക്ഷത്രമായി വരുന്നത് വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും ഒരുപാട് പ്രതിസന്ധികൾ, വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതമായിരുന്നു. അതിന് മാറ്റം വരുന്നതാണ് ഇവിടെ വ്യാഴമാറ്റം നിമിത്തം. സഹായ ഹസ്തങ്ങൾ ധാരാളമായി എത്തുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അങ്ങോട്ട്, പക്ഷേ നിങ്ങളുടെ വിഷമസന്ധികളിൽ ആരും തിരികെ സഹായിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനിവിടെ മാറ്റം ഉണ്ടാകുന്നതിന് പല വിധേനയുള്ള സഹായ ഹസ്തങ്ങൾ നിങ്ങളുടെ നേർക്ക് നേരിട്ട് വരുന്നതാണ്. എല്ലാ കാര്യത്തിലും
ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. ആരാണ്, ഏതാണ്, എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. വിദേശ യോഗം തെളിയുന്നുണ്ട്. കൂടാതെ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനം മെയ് 14 ശേഷം ഉണ്ടാകുന്നതാണ്. പ്രണയം അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുകൾക്ക് അത് വിവാഹത്തിലേക്ക് എത്താനുള്ള യോഗം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ദേവിക്ക് കടുംപായസ വഴിപാട് നടത്തുക. ഇതിലൂടെ ശത്രുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോവുകയും നിങ്ങളുടെ ജീവിത പാതയിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഭഗവതി അല്ലെങ്കിൽ അമ്മ പരാശക്തി മാറ്റിത്തരുന്നതാണ്, രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. നല്ല സമയം വരുന്നതിനാൽ തന്നെ ഇങ്ങനെയുള്ള വഴിപാടുകൾ ഇരട്ടി ഫലങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ്. അടുത്ത നക്ഷത്രമായി വരുന്നത് ചോതിയാണ്. മെയ് 14 മുതൽ വ്യാഴം തെളിയുകയാണ് ചോതി നക്ഷത്രത്തിന്. അതിൻ്റെ ഫലമായി ധനനേട്ടമാണ് അല്ലെങ്കിൽ ധനയോഗമാണ് തെളിയുന്നത്. ധനപരമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ തൊടുന്ന ഏത് മേഖലയിൽ കൈവയ്ക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് ധനയോഗത്തെ അല്ലെങ്കിൽ ധനാഗമനത്തെ പ്രദാനം ചെയ്യുന്നതാണ്. യാത്രാഭാഗ്യം ഉണ്ടാകുന്നതാണ്. ഏത് കാര്യത്തിന് പുറപ്പെട്ടാലും ആ പുറപ്പെടുന്ന കാര്യം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചങ്ങൾ ഉണ്ടാകുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും. പുതുഭൂമി വാങ്ങാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങാനോ ഉള്ള ഭാഗ്യം ഈ വ്യാഴമാറ്റം മെയ് 14 ശേഷം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. എല്ലാ രീതിയിലും ഉയർച്ചയാണ്. ഇവിടെ 9ാം ഭാവത്തിലാണ് വ്യാഴമാറ്റം വരുന്നത്. നിങ്ങൾ അടുത്തുള്ള ഗണപതി ക്ഷേത്രം സ്ഥലദൈവത്തിന് പ്രാർത്ഥിക്കുക. ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. കൂടാതെ ദേവീ ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന കൂടി നടത്തി മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുക. കുങ്കുമാർച്ചന നടത്തുന്ന വേളയിൽ അവിടെ നിന്ന് ആ ക്ഷേത്ര പരിസരത്ത് നിൽക്കുന്ന നാമജപങ്ങളോടുകൂടി ആ ഭഗവതിയോട് നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഓരോന്നോരോന്നായി പറയുക. ആ പറഞ്ഞ് അത് അടുത്തൊരു വർഷക്കാലത്തിനുള്ളിൽ നടന്നു കിട്ടുമെന്നതിൽ സംശയം വേണ്ട. ഒരു ഉത്തമമായ ജോലി അല്ലെങ്കിൽ ഉത്തമരായ ഇണയെ ലഭിക്കുന്നത്, അങ്ങനെ പലവിധ നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ ഒന്നൊന്നായി ഭഗവതിയോട് പറയുക. ഫലമുണ്ടാകുന്ന സമയമാണ്. വ്യാഴം വളരെയധികം അനുകൂലത്തിലാണ്. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്രക്കാർക്ക് മെയ് 14 ശേഷം സൗഭാഗ്യ സമയം തുടങ്ങിയാണ്. വ്യാഴം 10ാം ഭാവത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ കൊതിച്ചതൊക്കെയും നേടിയെടുക്കാൻ സാധിക്കും. അത്ര വലിയതാണെങ്കിലും രാജയോഗ സമയമായതിനാൽ തന്നെ കൊതിച്ചതൊക്കെയും കൈപ്പിടിയിൽ ഒതുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നത് ഈ രാജയോഗത്തിൻ്റെ പ്രത്യേകതയാണ്. കടങ്ങളെ നീക്കാൻ സാധിക്കും. കടക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. പക്ഷേ എങ്കിലും കടം വാങ്ങാതിരിക്കാനും ഈ ഒരു അവസരത്തിൽ ശ്രമിക്കേണ്ടതാണ്. അതായത് പെട്ടെന്നൊരു ഉയർച്ച പടിപടിയായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർച്ച ജീവിതത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ കടം വാങ്ങിക്കേണ്ട അവസ്ഥകൾ വന്നാലും അത് വാങ്ങാൻ മുതിരാതിരിക്കുക. കാരണം ഇനിയുള്ള കടങ്ങൾ കൊടുത്തു തീർക്കുക എന്നതാണ് നിങ്ങൾ ലക്ഷ്യം. വീണ്ടും വീണ്ടും കടത്തിന് മേൽ കടം വാങ്ങിച്ച് കൂട്ടുക എന്നതല്ല. അപ്പോൾ കടം വാങ്ങുന്ന അല്ലെങ്കിൽ അല്പം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പോലും മെയ് 14 ശേഷമുള്ള സമയം അത് വാങ്ങിക്കാതിരിക്കുക. ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അത് നിമിത്തം ആ വാങ്ങുന്ന ആളും ചിലപ്പോൾ ശത്രുവായി മാറാനുള്ള സാധ്യത കൂടി കണക്കിലാക്കേണ്ടതാണ്. പണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ജാഗ്രത കൂടി പുലർത്തണം. ഭാഗ്യവുമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് എത്തുന്ന ഈ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കൂടി നിങ്ങൾ ശ്രമിക്കണം. കൂടാതെ കേസ് വഴക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആൾജാമ്യം നിൽക്കാനായിട്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തുക. അങ്ങനെ ഒന്നും ജാമ്യം, കേസ്, വഴക്ക് പ്രശ്നങ്ങൾക്ക് പോകാതിരിക്കുക. അതേപോലെ തന്നെ അത്തം നക്ഷത്രക്കാർ കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പരിപാലിക്കേണ്ട അല്ലെങ്കിൽ പാലിച്ചു പോകേണ്ട അത്യാവശ്യമാണ്. അവരുടെ വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കി അവർക്കൊരു താങ്ങായിട്ട് കൂടെ നിൽക്കണം. അവരെ പേടിപ്പിക്കുകയല്ല വേണ്ടത്. അത്തം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കുട്ടികൾ മുഖേന അല്പം വിഷമിക്കേണ്ടതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിജയ സമയമാണെങ്കിൽ പോലും ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത നക്ഷത്രം പൂരമാണ്. രാജയോഗം തുടങ്ങുകയാണ് പൂരം നക്ഷത്രക്കാർക്ക്. മെയ് 14 ശേഷം ലോട്ടറി ഭാഗ്യമൊക്കെ അതിലെടുത്തു പറയേണ്ടതാണ്. സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ഉത്തമ സന്താനത്തെ ലഭിക്കാനും സന്താനങ്ങൾ നിമിത്തം സന്തോഷിക്കാനുമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. സകലവിധ ദോഷങ്ങളും അകലാൻ പോവുകയാണ്. ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കാൻ സാധിക്കും. ആഗ്രഹങ്ങളൊക്കെയും നടക്കും. വിദേശ ജോലി ഭാഗ്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ പരിധിയിലധികം ആരെയും വിശ്വസിക്കാനോ ആരെയും ആശ്രയിക്കാനോ പോകാതിരിക്കുക. നല്ല സമയമാണെങ്കിൽ പോലും പിന്നീട് കണക്ക് പറച്ചിലുകൾ ധാരാളമായി മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് വന്നേക്കാം. പിന്നെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും. ആരെയും കൂടുതൽ വിശ്വസിക്കാതിരിക്കുക. ചിലപ്പോൾ ചതി വരാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കുക. അപ്രതീക്ഷിതമായി ഭൂമി വാങ്ങാനുള്ള അല്ലെങ്കിൽ വാഹനം വാങ്ങാനുള്ള അല്ലെങ്കിൽ ഭവനം വാങ്ങാനൊക്കെയുള്ള യോഗം തെളിയുന്നതാണ്. അപ്പോൾ കയ്യിലൊന്നുമില്ലെങ്കിൽ പോലും ഈ മെയ് 14 ശേഷം കയ്യിലേക്ക് എത്തുകയും പെട്ടെന്ന് എല്ലാം ചടുതിയിലായിരിക്കും, എടുപിടിയെന്നായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അപ്രതീക്ഷിതം എന്ന് പറയുന്നത്. അപ്പോൾ ഉയർച്ചയാണ്, നേട്ടമാണ്. നിങ്ങൾ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. കൂടാതെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. വീട്ടിൽ നിന്ന് ഇതൊക്കെ ജപിച്ചാൽ മതി. ഗണപതി ക്ഷേത്ര ദർശനം മുടക്കണ്ട, അത് മറക്കുകയും
വേണ്ട, അവിടെ ചെന്ന് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. കാര്യങ്ങളൊന്നും ഒരു മുടക്കവും വരാതെ മുന്നോട്ട് പോകുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. അടുത്ത നക്ഷത്രമായി വരുന്നത് മകമാണ്. വ്യാഴം 11ാം ഭാവത്തിലാണ് മാറുന്നത്. സർവ്വ പ്രശ്നങ്ങളുടെയും പരിഹാരം അതോടുകൂടി മെയ് മാസം 14ാം തീയതിയോടുകൂടി ഉണ്ടാകുന്നതാണ്. ദുഃഖങ്ങൾ അകലുന്നതാണ്, സന്തോഷം നിറയുന്നതാണ്, വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. നഷ്ടപ്പെട്ടു പോയ കുടുംബ സന്തോഷം, കുടുംബത്തിൻ്റെ സമാധാനം, ഇതൊക്കെ വ്യാഴം തിരികെ നൽകുന്നതാണ്. അനാവശ്യ കാര്യങ്ങളിൽ തലയിടാതിരിക്കുക. എത്ര വലിയ അടുത്ത ബന്ധുവാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ചെന്ന് ഇടപെടാതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മളിവിടെ പ്രശ്നങ്ങൾ മാറ്റാനാണ് നോക്കേണ്ടത്, അല്ലാതെ പ്രശ്നങ്ങളെ വിളിച്ചു വരുത്തുവാനല്ല. ഇവിടെ മെയ് 14 ശേഷം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ പോകുന്നു. അതിനിടയിൽ മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് ചെന്ന് തലയിട്ട് നിങ്ങളിലേക്ക് അത് പ്രശ്നമാക്കി മാറ്റാതിരിക്കുക. രാജയോഗമാണ്, അനുകൂല സമയമാണ് തുടങ്ങുന്നത്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. കൂടാതെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ അവൽ നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരുപാടുണ്ട്. പതുക്കെ ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായി സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് മറ്റുള്ള വീണ്ടും പ്രതിസന്ധികളിലേക്ക് ചെന്ന് ഇടപെടരുതെന്ന്. ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. വിദേശ യോഗം, നന്മ, ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന സമയമായതിനാൽ ചില കേസ് വഴക്ക് പ്രശ്നങ്ങളിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോകുന്നതിന് അത് മുടക്കമായി മാറും. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം മറക്കണ്ട. അവിടെ അവൽ നിവേദ്യം നടത്തി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ അതൊക്കെ പ്രാർത്ഥിക്കുക. വിദേശയോഗം തെളിയണേ, പ്രശ്നങ്ങളൊക്കെ മാറി വിദേശത്തേക്ക് എത്തി ധനം സമ്പാദിച്ച് അവിടെ ഞാൻ ആഗ്രഹിക്കുന്ന കാലത്തോളം നിന്ന്, അതായത് എല്ലാവരും ചെല്ലാറുണ്ട്. ചിലപ്പോൾ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം നടത്തി വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു പോരാറുണ്ട്. ഫുഡിൻ്റെ പ്രശ്നം കാണും, ക്ലൈമറ്റ് പിടിക്കുന്നില്ല, അങ്ങനെ പല വിധത്തിൽ. അതുകൊണ്ട് വിദേശ ഭാഗ്യം വേണമേ എന്ന് പറയുന്നതിനോടൊപ്പം അവിടെ എനിക്ക് സന്തോഷമായി നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നിടത്തോളം കാലം അവിടെ നിന്ന് എനിക്ക് സമ്പാദിക്കാനുള്ള ഭാഗ്യം കൂടി തരണേ എന്ന് കൂടി പ്രാർത്ഥിക്കണം. അല്ലാതെ വിദേശത്ത് പോകണേ എന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ കൊണ്ട് ചെല്ലും, അത് അവിടെ എത്തും. പക്ഷേ പിന്നീട് അവിടെ എന്തെങ്കിലും പ്രശ്നമോ അതേപോലെ തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ ഇവിടെ മെയ് 14 ശേഷമുള്ള സമയം വിദേശ യോഗം തെളിയുന്നതിന് അനാവശ്യമേ ആരുടെയും, എത്ര വലിയ സുഹൃത്താണോ എത്ര വലിയ ബന്ധുവാണോ ആരാണെന്ന് പറഞ്ഞാലും അനാവശ്യ കാര്യങ്ങളിൽ ചെന്ന് ഇടപെടാതിരിക്കാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കരുതൽ വേണം. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. ധനലാഭത്തിൻ്റെ സമയമാണ് തുടങ്ങുന്നത്. ഐശ്വര്യം, സമൃദ്ധി, ഇതൊക്കെ ആരംഭം കുറിക്കാൻ പോവുകയാണ് മെയ് 14 ശേഷം. എല്ലാ ദുരിതങ്ങളും നീങ്ങും. നിങ്ങളെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതാണ്. ആഗ്രഹങ്ങൾ നടക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഇവിടെ ഉണ്ടാകുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ കല്ലുകടികളും മാറി ദാമ്പത്യ സുഖം അനുഭവിക്കാൻ കഴിയുന്നതാണ്. സ്ഥാനമാനാദി ഗുണങ്ങൾ, അംഗീകാരങ്ങൾ, നേട്ടങ്ങൾ, പ്രശസ്തി, പ്രീതി, ഇതൊക്കെ ലഭിക്കുന്ന സമയം കൂടി ഇവിടെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മെയ് 14 ശേഷം വ്യാഴമാറ്റ നിമിത്തം ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി പുതുഗൃഹഭാഗ്യം, അകന്നു നിന്ന ബന്ധുക്കൾ അടുത്തു വരാനൊക്കെയുള്ള യോഗവും തെളിയുന്നതാണ്. നിങ്ങളും ശാസ്താപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഗണപതി ഹോമം നടത്തേണ്ടതും അത് എല്ലാ മാസം നിങ്ങളുടെ പക്കനാൾ വരുന്ന സമയത്ത് നടത്തുന്ന ഏറ്റവും ശുഭകരമായ ഗുണങ്ങളെ നിങ്ങൾക്ക് നൽകും. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയുന്നതിനും നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം കൂടി നടത്തേണ്ടത് അത്യാവശ്യമാണ്. ദേവീക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വ്യാഴം അനുകൂലത്തിൽ തന്നെയാണ്. മെയ് 14 ശേഷം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി വരികയും ചെയ്യും. നന്ദി.